السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على سيدنا മുഹമ്മദ് وعلى آل سيدنا മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരിമാരെ സഹോദരന്മാരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിതത്തിൽ നിന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് എന്ന് നാമകരണം ചെയ്ത അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ എന്ന അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് എന്ന ആ ഒരു സ്ഥാനപ്പേര് എന്നതിലപ്പുറം തന്നെ ജീവിതത്തിൽ മുഴുവനും സിദ്ദീഖായി ജീവിച്ച ആളായിരുന്നു. ആ ഒരു മഹത്വം ശുഹദാഇനേക്കാളും വലിയ മഹത്വമായിട്ടാണ് ഖുർആനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ എന്ന നബിമാരുടെ ശേഷം അഫ്ളലുൽ ബശരി ബഅദൽ അംബിയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പല രേഖകളിലും പറഞ്ഞതായിട്ട് പറഞ്ഞു. മുസ്ലിം ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിത്വം പ്രവാചകർക്ക് ശേഷം ഭൂമിയിൽ നടന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറയുന്നുണ്ട്. അപ്പം അത് തന്നെ ശുഹദാക്കളെക്കാളും വലിയ സ്ഥാനമായിട്ട്, അപ്പോൾ ആ സിദ്ദീഖ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. യബ്നത്തി സിദ്ദീഖ എന്ന്, യബ്നത്ത സിദ്ദീഖ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉഹദ് മലയുടെ മുകളിലാകുമ്പോൾ അതൊന്ന് പ്രകമ്പനം കൊണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് മലയോട് ഇങ്ങനെ സംബോധന ചെയ്ത് പറയുന്നതായിട്ട് ഹദീസുകളിൽ കാണാം. ഉസ്ബുത്ത് യാ ഉഹദ് ഫഇന്നമ അലൈക നബിയ്യു വസ്സിദ്ദീഖു വശഹീദാനി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഉഹദേ, നീ ഒന്ന് അടങ്ങ്, അഥവാ ഇങ്ങനെ ഒരു കുലുങ്ങിയപ്പോൾ നീ ഒന്നടങ്ങ്, കാരണം നിന്റെ മുകളിൽ ഇപ്പോൾ കയറി നിൽക്കുന്നത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വസ്സുദ്ദീഖു പിന്നൊന്ന് സിദ്ദീഖാണ്, പിന്നെ രണ്ട് ഷഹീദുമാരാണ്. അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഷഹീദായിട്ടാണ് മരിക്കുന്നത്, കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങ് നേരെ സാധാരണ രീതിയിലുള്ള വഫാത്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. അപ്പോൾ അതിലും സിദ്ദീഖു വശഹീദാനി എന്ന 2-3 സൂചനകൾ അതിലുണ്ട്. അപ്പോൾ സിദ്ദീഖ് എന്നൊരു പദം നമ്മൾ ഒരുപാട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു പദമാണ്. അന്ധമായി വിശ്വസിക്കുന്നതിനപ്പുറം പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അത് ഒന്ന് അംഗീകരിക്കലാണ്, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കലാണ്. പിന്നീട് അതിൽ നിന്നൊരിക്കലും ഒരു ഘട്ടത്തിൽ പോലും അതിൽ സംശയം പ്രകടിപ്പിക്കാതെ പിൻവാങ്ങാതെ നിന്ന ഒരു ചരിത്രമാണ് എല്ലാ ഘട്ടത്തിലും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് എൻ്റെ ജീവിതത്തിലുള്ളത്. ഇസ്റാ മിഅ്റാജിൻ്റെ സംഭവത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാനലോകത്ത് നിന്ന് തിരിച്ചു വന്നപ്പോൾ ഈ അത്ഭുത സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി കള്ളം പറയുകയാണ് എന്ന്, കള്ളനാണെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഖുറൈശികളുടെ മുമ്പിൽ നബിയുടെ കള്ളത്തരം ഏറ്റവും കൂടുതൽ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നത് കൊണ്ട് തന്നെ നബിയുടെ സഹാബാക്കളുടെ അടുക്കലേക്കും പലരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തലത്തിൽ ഈ ഇസ്റാ മിഅ്റാജ് സംഭവത്തെ ഉപയോഗിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഇൻ ഖാല ദാലിക ഫഖദ് സദഖ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നബി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാണ്. ആ സത്യസന്ധതയാക്കിയത് പിന്നീട് പലപ്പോഴും സംഭവിച്ചു. ഗുലിബത്തിർ റൂം, ഏകദേശം ഹിജ്റയുടെ 3 വർഷങ്ങൾക്ക് മുമ്പാണ് സൂറത്തുർ റൂം ഇറങ്ങുന്നത്. ഗുലിബത്തിർ റൂം, അലിഫ് ലാം മീം, ഗുലിബത്തിർ റൂം എന്ന് പറഞ്ഞ് റോമ സാമ്രാജ്യം കീഴടക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഫി അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. റോമ സാമ്രാജ്യത്തെ പേർഷ്യൻ സാമ്രാജ്യം കീഴടക്കി. അത് വലിയ തരത്തിലാണ് അതിനെ കീഴടക്കി നശിപ്പിച്ചത്. അത് വലിയ തരത്തിൽ വലിയ ആഘാതമായി റോമക്കാർ കീഴടക്കപ്പെട്ടു. എന്നിട്ട് ഖുർആൻ പ്രഖ്യാപിച്ചു അത് ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന ലോവസ്റ്റ് പ്ലേസിലാണ്, അദ്നൽ അർളിലാണ് അത് സംഭവിച്ചത്. മാത്രമല്ല വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ഇനി ഇപ്പോൾ ഈ പരാജയത്തിനു ശേഷം ഇനി പേർഷ്യക്കാരെ റോമക്കാർ കീഴടക്കുമെന്ന പ്രഖ്യാപനം നടത്തി ഖുർആൻ. ഫി ബിൽഇ സിനീൻ, ഏതാനും വർഷങ്ങൾക്കകം. ബിൽ എന്ന പദം ഉപയോഗിക്കുന്നത് 3 മുതൽ 10 വരെയുള്ള വർഷങ്ങൾക്കുള്ളിലുള്ള പദത്തിനാണ്. ബിൽ ഏതാനും ചില വർഷങ്ങൾ. ബിൽ എന്ന പദം ഉപയോഗിച്ചാൽ ബിറ്റ്വീൻ 3 to 10 ആണ്, 3-ൻ്റെയും 10-ൻ്റെയും ഇടയിലുള്ള വർഷങ്ങൾക്കുള്ളിൽ നിന്നാണ്. അപ്പം ഇത് ഒരുപക്ഷെ ഇസ്റാ മിഅ്റാജിനേക്കാൾ വലിയ
ഒരു വിഷയമായിരുന്നു ഈ ഖുർആന്റെ ഈ പ്രഖ്യാപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ദൗത്യത്തെ മുഴുവനും ജിയോപാഡൈസ് ചെയ്യുന്ന, നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ വലിയ ഒരു പ്രയാസത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് മുതിരുന്നത് എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. കാരണം ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത, മക്കയിൽ ഇതിൻ്റെ ചില അനുരണനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം റോമക്കാർ ക്രൈസ്തവരാണ്, അഥവാ മതവിശ്വാസികളാണ്. ആ മതവിശ്വാസികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും താദാത്മ്യം പ്രാപിക്കാവുന്ന ഒരു വിഭാഗമാണ്. പേർഷ്യക്കാർ സൊറാസ്ട്രിയൻസ് ആണ്. അവർ ബിംബാരാധകരും സൂര്യാരാധകരും തീയാരാധകരും ഒക്കെയാണ്. അപ്പോൾ ഖുറൈശികൾ അവരോടായിരുന്നു ഒരു സാമ്യത പുലർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ പേർഷ്യക്കാർ വലിയ രീതിയിൽ റോമക്കാരെ ജയിച്ചപ്പോൾ, റോമക്കാരെ കീഴടക്കിയപ്പോൾ അത് മക്കയിലും അതിൻ്റെ സന്തോഷ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അഥവാ വേദക്കാരെ തോൽപ്പിച്ചു എന്ന രീതിയിൽ. അങ്ങനെ ഇത് ഖുർആൻ പ്രഖ്യാപനം നടത്തി. ഇനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോമക്കാർ ജയിക്കുകയും പേർഷ്യക്കാർ പരാജയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഇസ്രാ മിറാജ് സംഭവം പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കാനും കളവാക്കാനും വേണ്ടിയിട്ട് ഈ സംഭവം ഉപയോഗിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്കും ചില ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഇൻ ഖാല ദാലിക ഫഖദ് സദഖ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സത്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉബയ്യ് ബിൻ ഖലഫ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളാൽ ആകെ കൊല്ലപ്പെട്ട ഒരു മനുഷ്യനാണ് ഉബയ്യ് ബിൻ ഖലഫ് എന്ന ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ ക്രൂരമായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊക്കെ പെരുമാറുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പെരുമാറുകയും നബിയെ കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. നബിയെ വളരെയധികം ആക്ഷേപിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. നബിയുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി മാത്രമാണ്. അപ്പോൾ ഉബയ്യ് ബിൻ ഖലഫ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ബെറ്റ് വെച്ചു. അഥവാ 10 ഒട്ടകത്തിന് വേണ്ടിയിട്ടാണ് പെറ്റുവെക്കുന്നത്. 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടി പേർഷ്യക്കാർ റോമക്കാരെ ആക്രമിച്ചു. റോമക്കാർ പൂർണ്ണമായിട്ടും തകർന്നടിയുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ വീണ്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട്, ഇപ്പോഴും നിങ്ങൾ ഈ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറ്റ് വർദ്ധിപ്പിക്കണോ എന്നാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. 100 ഒട്ടകത്തിനാണ് പിന്നീട് പറ്റ് വെക്കുന്നത്, അഥവാ ഈ ഒരു കാര്യത്തിൽ പന്തയം വെക്കുന്നത്. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ അന്നത്തെ എല്ലാ ഫോർച്യൂൺസ് ചേർന്നാണ്, എല്ലാ ഏറ്റവും വലിയ ഒരു സമ്പത്തിൻ്റെ ഒരു ഘട്ടമാണ്. പിന്നീട് ഹിജ്റ പോകുന്ന സമയത്തും ചരിത്രത്തിൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഹിജ്റ പോയാൽ താനുമായിട്ടുള്ള പന്തയം ഏതു തരത്തിലാകും, അപ്പോൾ ഈ ബിൽഇസ്നീൻ ആവുന്നതിൻ്റെ ഉള്ളിലുള്ള ഒരു കീഴടക്കൽ സംഭവിക്കുമോ എന്ന് നോക്കിക്കാണാനുള്ള ഒരു ഏതാനും വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പോകുമ്പോൾ അപ്പോഴും വിശ്വാസിയാവാതിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച്, തൻ്റെ കുടുംബത്തെ ഏൽപ്പിച്ച്, അപ്പോൾ അതൊരു കുടുംബത്തിൻ്റെ, ബനൂ തൈം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തമായി പിന്നീടുള്ള ഈ ഒരു പന്തയം എന്നുള്ളത് അതൊരു വലിയ സംഭവമാണ്. പിന്നീടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് ഹിജ്റ പോരുന്നത്. ഹിജ്റ പോന്നു. 2 വർഷത്തിന് ശേഷം ബദർ യുദ്ധത്തിൻ്റെ അതേ സമയത്താണ് പേർഷ്യക്കാരെ റോമക്കാർ കീഴടക്കുകയും റോമക്കാർ യുദ്ധം ജയിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത്. മാത്രമല്ല അതേ വർഷം തന്നെയാണ് ഖുറൈശികളെ തോൽപ്പിച്ചുകൊണ്ട് ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച വിജയമുണ്ടാകുന്നതും ഖുറൈശികൾക്ക് ഏറ്റവും വലിയ ആഘാതമുണ്ടാകുന്നതും. സൂറത്തുൽ റൂമിൻ്റെ തുടക്കത്തിൽ തന്നെ ആ പറയുന്ന ലില്ലാഹിൽ അംറു ഫീ ബിളഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ ബിനസ്രില്ലാഹി യൻസുറു മൻ യശാഉ വഹുവൽ അസീസുർ റഹീം വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹു വഅദ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ എന്ന് ശുദ്ധമായ ഖുർആനിൻ്റെ സൂറത്തുൽ റൂമിൽ പറയുന്നുണ്ട്. അല്ലാഹുവിനാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള മിൻ ഖബ്ലു മിൻ ബഅദു, എന്നുമെന്നും മുമ്പും ശേഷവുമൊക്കെ. അന്നത്തെ ദിവസം അതിലൊരു വലിയ പ്രൊഫസി ഉയർന്നു നിൽക്കുന്നുണ്ട്. ഈ ഒരു വലിയ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത റോമക്കാരെ പേർഷ്യക്കാർ ജയിക്കും, പേർഷ്യക്കാരെ കീഴടക്കുമെന്ന് പറയുമ്പോൾ തന്നെ വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, അന്നത്തെ ദിവസം മുസ്ലിമീങ്ങൾ വലിയ സന്തുഷ്ടരാകുമെന്ന് പറയുന്നുണ്ട്. അത് ബദർ യുദ്ധത്തിലെ വിജയത്തിലേക്കുള്ള വലിയ സൂചനയായിട്ട് പിന്നീടാണ് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ബിനസ്രില്ലാഹി യൻസുറു മൻ യശാ വഹുവൽ അസീസുർ റഹീം. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ സിദ്ദീഖ് എന്ന ആ ഒരു തലത്തിൽ
നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിൽക്കുകയും നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉൾക്കൊള്ളുകയും പൂർണ്ണമായി വിശ്വസിക്കുകയും ഒരിക്കൽ പോലും സംശയമില്ലാതെ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ ഇത്തരം ഉദാത്തമായ ഒരുപാട് തെളിവുകൾ, ഒരുപാട് സംഭവങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ കാണാം. ഖൈബർ യുദ്ധത്തിൻ്റെ സമയത്ത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു തീരുമാനം, ഹുദൈബിയ സന്ധിയുടെ സമയത്ത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാനം ഉൾക്കൊള്ളാൻ പലർക്കും സാധിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു പോലും വന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകരല്ലേ, അങ്ങ് എന്തിനാണ് ഈ ഒരു അപമാനം സഹിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരു കരാർ എഴുതുന്നത്? ഇപ്പോൾ മക്കയുടെ അടുത്തെത്തിയിട്ട് ഹുദൈബിയയിൽ വരെ എത്തി ഉംറ ചെയ്യാതെ കഅബ തവാഫ് ചെയ്യാതെ തിരിച്ചു പോകുന്ന അപമാനം എന്തിനാണ്? മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവരെ നിർബന്ധമായും തിരിച്ചയക്കുമെന്നും മദീനയിൽ നിന്ന് ഇസ്ലാം ഒഴിവാക്കി മക്കയിലേക്ക് ആരെങ്കിലും വന്നാൽ അവരെ തിരിച്ചയക്കില്ല എന്നുമുള്ള ഒരു കാണുമ്പോൾ കാഴ്ചക്ക് ഏറ്റവും പ്രയാസകരമായി തോന്നുന്ന, കീഴടങ്ങലായി തോന്നുന്ന കരാർ എന്തിനാണ് എന്നൊക്കെ ചോദിച്ച് സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ചില രേഖകളിൽ കാണാം, ചില ഗ്രന്ഥങ്ങളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിച്ചും പൂർണ്ണമായും സമാധാനമാകാതെ പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ എന്നെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തിനാന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എങ്കിൽ പിന്നെ നമ്മളത് അനുസരിക്കേണ്ടവരാണ്. നമ്മൾക്കറിയാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയും, അള്ളാഹു അറിയിച്ചു കൊടുക്കും എന്ന്. അഥവാ ഒരു ഘട്ടത്തിൽ പോലും, ഒരു നിമിഷം പോലും നബി തങ്ങളുടെ ആ ഒരു വിഷൻ, നബിയുടെ ഒരു കാഴ്ചപ്പാട്, നബിയുടെ ഒരു ദീർഘദൃഷ്ടി, അതിൻ്റെ കൂടെ നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ഉൾക്കൊള്ളുകയും അതിൻ്റെ വരും വരായികളുടെ കൂടെ നിൽക്കുകയും ചെയ്തു എന്നതാണ്. പിന്നീട് എല്ലാവരും കണ്ടു, മക്കം ഫത്ഹ് ഉണ്ടായി. ഈ ഒരു കരാർ എഴുതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വരികയും കരാർ ഒപ്പിടുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത് മുഹമ്മദ് റസൂലില്ല എന്ന് എഴുതിയപ്പോൾ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പിന്നെ ഇത് എഴുതേണ്ട, ഞങ്ങൾ നിങ്ങളോട് എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതലും ബിസ്മില്ല എന്ന് എഴുതാൻ സമ്മതിക്കാതിരിക്കലൊക്കെ ചെയ്ത സുഹൈൽ റളിയല്ലാഹു അൻഹു പിന്നീട് വളരെ മാന്യനായ ആ ഒരു വ്യക്തിത്വം വിശ്വാസം സ്വീകരിച്ചു. അബൂ സുഫിയാൻ വിശ്വാസം സ്വീകരിച്ചു. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ മക്കം ഫത്ഹിൻ്റെ ഹുദൈബിയ സന്ധി, ആ ഒരു വലിയ സന്ധി കരാർ ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങളെ ചരിത്രത്തിൽ വലിയ തരത്തിൽ വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഓരോ കാര്യത്തിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളിലും സഹാബത്തിന് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ടായിരുന്നത് എല്ലാ കാര്യത്തിലും മുൻഗണനയായി മുന്നിൽ കടന്നുപോയി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏതൊരു സമയത്താണെങ്കിലും സമയത്തു അലിയൻ യഖൂലു, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, കം സമയത്തു അലിയൻ യഖൂലു, അബൂ റളിയല്ലാഹു അൻഹു പറയാൻ, കം സമയത്തു അലിയൻ യഖൂലു അലൽ മിമ്പരി ഇന്നല്ലാഹ സമ്മ അബൂ ബക്കർ അലാ ലിസാനി നബിയിഹി സിദ്ദീഖൻ. എത്ര പ്രാവശ്യമാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വായിൽ നിന്ന്, മിമ്പറിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുള്ളത്, ഇന്നല്ലാഹ സമ്മ അബൂ ബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു പേര് വച്ചിരിക്കുന്നു, അലാ ലിസാനി നബിയിഹി, തൻ്റെ പ്രവാചകന്റെ നാവിലൂടെ, സിദ്ദീഖ് എന്ന പേര് അള്ളാഹു തആല വെച്ചു കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നബിയുടെ കൂടെ നിൽക്കുകയും ഒരു ഘട്ടത്തിൽ പോലും സംശയിക്കാതിരിക്കുകയും ഉൾക്കൊള്ളുകയും കമ്മിറ്റ്മെന്റ് കാണിക്കുകയും ഒരു ഘട്ടത്തിൽ പോലും സംശയിക്കാതിരിക്കുകയും ഇതിൻ്റെ പൂർണ്ണമായി തന്നെ സമർപ്പിക്കുകയും ഓരോ ഘട്ടത്തിലും ഏറ്റവും ഉദാത്തമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തിൻ്റെ കവാടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തൻ്റെ ഓരോരുത്തരും സ്വർഗത്തിൻ്റെ ഓരോ കവാടങ്ങളിലൂടെ കടന്നു പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. മൻ കാന മിൻ അഹ്ലി സ്വലാത്തി ദുഇയ മിൻ ബാബിസ് സലാ, ഓരോ ഘട്ടത്തിലൂടെയും ഓരോ ബാബുൽ ജന്നയിലൂടെ ഓരോരുത്തരെ വിളിക്കപ്പെടും. അപ്പോൾ യാ അബ്ദുല്ലാ ഹാദാ ഖൈറുൻ ഫമൻ കാന മിൻ അഹ്ലി സ്വലാത്തി ദുഇയ മിൻ ബാബിസ് സലാ, നിസ്കാരത്തിൻ്റെ ആളെ, നിസ്കാരം കൊണ്ട് ജീവിച്ച ഒരാളെ നിസ്കാരത്തിൻ്റെ കവാടത്തിലൂടെ വിളിക്കപ്പെടും. ജിഹാദിലൂടെ ജീവിച്ച ഒരാളെ ദുഇയ മിൻ ബാബിൽ ജിഹാദ്, അഹ്ലു സിയാമിൻ്റെ നോമ്പിൻ്റെ ആളുകളെ ദുഇയ മിൻ ബാബിർ റയ്യാൻ, വമൻ കാന മിൻ അഹ്ലി സ്വദഖ, സ്വദഖയുടെ ആളെ, നോമ്പിൻ്റെ ആളെ റയ്യാനിൻ്റെ ബാബിലൂടെയും സ്വദഖയുടെ ആളെ സ്വദഖയുടെ ബാബിലൂടെയൊക്കെ വിളിക്കപ്പെടുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ചും സ്വർഗീയ കവാടങ്ങളെക്കുറിച്ചും ഓരോ പ്രവർത്തനങ്ങളുടെ ശ്രേഷ്ഠതകളെക്കുറിച്ചും ഇങ്ങനെ എണ്ണി പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് മാ അലാ മൻ ദുഇയ മിൻ തിൽക്കൽ ബാബി അബ്വാബി മിൻ ദറൂറത്തിൻ ഫഹൽ യുദഅ അഹദുൻ മിൻ തിൽക്കൽ അബ്വാബി കുല്ലിഹാ, ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ മാത്രമേ വിളിക്കപ്പെടൂ എന്നുണ്ടോ നബിയെ? ഏതെങ്കിലും ആളുകളുണ്ടോ? അവിടുത്തെ എല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന ഏതെങ്കിലും ആളുണ്ടോ എന്ന്
മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, നഅം വഅർജു അൻ തകൂന മിൻഹും വഅർജു അൻ തകൂന മിൻഹും, നിങ്ങൾ ആ ഒരു എല്ലാ കവാടങ്ങളിലെയും വിളിക്കപ്പെടുന്ന ആൾ നിങ്ങളാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് നിങ്ങളിൽ നോമ്പ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറയാണ്, ഞാൻ ഇന്ന് നോമ്പുകാരനാണ്. ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് ആരെങ്കിലും ഒരു ജനാസയുടെ കൂടെ പോയ, ജനാസക്ക് ആവശ്യമായ അവരെ അതിൻ്റെ സേവനങ്ങൾ ചെയ്ത, മരിച്ചാൽ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്ത ജനാസയെ പിന്തുടർന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ടെന്ന്. ഹൽ ഫീകും മൻ ആദ മരീലൻ, ഇന്നൊരു രോഗിയെ സന്ദർശിച്ച പ്രതിഫലം വാങ്ങിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാനുണ്ടെന്ന്. ഹൽ ഫീകും മൻ തസദ്ദഖ ബിസദഖത്തിൻ, ഇന്നൊരു സദഖ ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞ ഒരേ ഒരാൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മജ്തമഅന ഫീ ഇംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ കാര്യങ്ങളൊക്കെ രോഗിയെ സന്ദർശിക്കുക, സദഖ കൊടുക്കുക, നോമ്പുകാരനാവുക, ജനാസ സന്ദർശിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരാളിൽ തന്നെ ഒരു ദിവസം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ കടക്കാതിരിക്കില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് അലി റളിയല്ലാഹു അൻഹുവും ഒക്കെ നബി സല്ലല്ലാഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, വക്കാന സബ്ബാക്കൻ, എപ്പോഴും എല്ലാ നന്മയുടെ കാര്യത്തിലും മുന്നിട്ട് വളരെ പെട്ടെന്ന് മുൻകടന്ന് എത്രയോ മുന്നിൽ നടക്കുന്ന ആളായിരുന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന്. ഒരിക്കൽ തബൂക്ക് യുദ്ധത്തിൽ പോകുന്ന സമയത്ത് അതിൻ്റെ പൊതു ഫണ്ടിലേക്ക് ധനം സമാഹരിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും സംഭാവന ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ് അന്ന് ഏറ്റവും കൂടുതൽ സമ്പത്ത് കൊടുത്തത്. അന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ അന്ന് ആത്മഗതം ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഈ സംഭവം പിന്നീട് സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത്. ഇന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ അൽയൗമ അസ്ബഖു അബൂബക്കർ ഇൻ സബഖ്തുഹു യൗമൻ, എന്നെങ്കിലും ഒരു ദിവസം അബൂബക്കറിനോട് എനിക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയുമെങ്കിൽ അത് ഇന്നാണ്, ഇന്ന് ഞാൻ മത്സരിച്ച് ജയിക്കും. ഫജിഅതു ബിനിസ്ബി മാലി, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ സ്വത്തിൽ നിന്ന് പകുതി ഞാൻ വീട്ടിലുള്ള സ്വത്ത് പകുതി ഞാൻ പൊതു ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്താണ് മാ അബ്ഖൈത ലി അഹ്ലിക, എന്താണ് വീട്ടിൽ ബാക്കിയുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതേപോലെ തന്നെയാണ്, ഇത്രയും വീട്ടിലും വെച്ചിട്ടുണ്ട്, പകുതി ഇങ്ങോട്ട് കൊണ്ടുവന്നു, പകുതി വീട്ടിൽ വെച്ചു. അതാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിമകുല്ലി മാ ഇൻദഹു, പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു, ഒരുപാട് വസ്തുക്കളായിട്ട് സ്വത്തായിട്ട് വന്നപ്പോൾ ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, മാ അബ്ഖൈത ലി അഹ്ലിക, എന്താണ് കുടുംബത്തിന് ബാക്കി വെച്ചത്? ഖാല അബ്ഖൈതു ലഹും അല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയുമാണ് ബാക്കി വെച്ചതെന്ന് പറയുന്നുണ്ട്. ഖുൽതു ലാ ഉസാബിഖുക ഇലാ ഷൈഇൻ അബദ, അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളോട് ഞാൻ ഒരിക്കലും മത്സരിച്ച് ആകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ രണ്ട് പ്രബലരായ സന്തത സഹചാരികൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫമാരായി പിന്നീട് വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും പറയുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന ഒരു റിവായത്തിൽ പറയുന്നുണ്ട്, മാ നഫഅനി മാലുൻ ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വത്ത് എനിക്ക് ഈ ദീനിനു വേണ്ടി ഉപയോഗം വന്ന അത്ര വേറെ ഒരിക്കലും തന്നെ വേറെ ഒരാളുടെ സ്വത്തും ഇത്തരം ഉപയോഗം വന്നിട്ടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ, എൻ്റെ മദൽ വഹൽ അന വമാലി ഇല്ലാ ലക യാ റസൂലല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നബിയെ, എൻ്റെ സ്വത്തും മദലുമൊക്കെ നബിയെ അങ്ങേക്കുള്ളതല്ലേ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുമ്പോൾ ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖം വിവർണമായി വരുന്നുണ്ട്. അപ്പോൾ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മ സാഹിബുക്കും ഫഖദ് ഗാമറ, നിങ്ങളുടെ ചങ്ങായിക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു. എന്നിട്ട് നബിൻ്റെ അടുക്കൽ വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും ഉമർ ബിൻ ഖത്താബും തമ്മിൽ ചെറിയ സംസാരം ഉണ്ടായി. അപ്പോൾ ചെറിയ വിഷയം ഉണ്ടായപ്പോൾ എനിക്ക് പിന്നീട് ഖേദമായി, ഞാൻ കുറച്ചൊന്നു രണ്ടു പറഞ്ഞു, എനിക്ക് ഖേദമായി. അവരാ പറഞ്ഞതിനൊരു പരിധി ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഞാൻ എന്നോട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ഉമർ ബിൻ ഖത്താബിനോട് ഞാൻ പറഞ്ഞു റളിയല്ലാഹു അൻഹു. അപ്പോൾ മൂപ്പര് പൊരുത്തപ്പെടൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ, അബൂബക്കർ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു പുറത്തു തരും, നിങ്ങൾക്ക് എന്തു കാര്യവും അള്ളാഹു പുറത്തു തരും എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന് വന്നു. അപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അബൂബക്കർ വീട്ടിൽ ചെന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, നബിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തനിക്ക് അപ്പോൾ പൊരുത്തപ്പെടൂല എന്ന് പറഞ്ഞതിൽ ഖേദം ചോദിച്ചു വന്നു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ മുട്ടിൽ നിന്ന് മുട്ടുകുത്തി നിന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് വല്ലാഹി അന കുന്തു അദ്ലം മർറത്തൈൻ, 2 പ്രാവശ്യം പറഞ്ഞു ഞാനാണ്, എൻ്റെ അടുത്താണ് തെറ്റുണ്ടായത്, എൻ്റെ അടുത്താണ് തെറ്റ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും ഫഖുൽതും കദബ്ത വഖാല അബൂബക്കർ സദഖ. നിങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അള്ളാഹു എന്നെ ബഅസത്ത് നൽകി, എനിക്ക് പ്രവാചകത്വം നൽകി, എന്നെ പറഞ്ഞയച്ചു. എല്ലാ ആളുകളും പറഞ്ഞു കദബ്ത, ആദ്യം എല്ലാവരും പ്രതികരിച്ചത് നിങ്ങൾ പറയുന്നത് കളവാണെന്നാണ്. അമ്മ അബൂബക്കർ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പക്ഷേ സദഖ, ഞാൻ പറഞ്ഞു, അത് വിശ്വസിച്ചു ഉൾക്കൊണ്ടു. ഈ ഒരു ചരിത്രം മാത്രമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിട്ടുള്ളത്. വബാസാനി ബിനഫ്സിഹി വമാലിഹി, തന്റെ നഫ്സ് കൊണ്ടും സമ്പത്ത് കൊണ്ടും എന്നെ ആശ്വസിപ്പിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫഹൽ അൻതും താരിഖു ലി സാഹിബി, അതുകൊണ്ട് എൻ്റെ സാഹിബിനെ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ ഒഴിവാക്കാതിരിക്കണം, ഒരിക്കലും ഒഴിവാക്കരുത്, കൈയൊഴിയരുത് എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മേന്മയുടെ, മഹത്വത്തിന്റെ, ഏറ്റവും വലിയ ഔന്നത്യത്തിന്റെ ഉദാത്തമായ മാതൃകകൾ മഹാന്മാരായ ആളുകൾ പറയാറുണ്ട്. സകല സഹാബികളുടെയും രീതികൾ ഒരു ഭാഗത്ത് വെച്ചാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത രീതിയും ജീവിത മാർഗവും ഒരു ഭാഗത്ത് വെച്ചാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫളായിലുകൾ ഉയർന്നു നിൽക്കും. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫളായിലുകൾ ഷെയർ ചെയ്യുന്ന ആളുകളില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവർത്തനങ്ങൾ ഷെയർ ചെയ്യാൻ അതേപോലെ ചെയ്യാൻ കഴിഞ്ഞ വേറെ ആരുമില്ല. ബാക്കിയുള്ള സഹാബികളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിയ മറ്റൊരുപാട് ആളുകളുണ്ടായിരുന്നു എന്ന് വരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തിൽ കുറിച്ച് മഹാന്മാരായ ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടുതൽ പഠിക്കാനും ഉൾക്കൊള്ളാനും ആ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, നബി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.